ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് രാവിലത്തെ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ആഫ്രിക്കയിലെ ഇന്നത്തെ ഒരു ദിവസം. ഇത് ഫ്രൈഡേ വീഡിയോ എടുത്താണ് കേട്ടോ. ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ്. പിന്നെ അന്ന് എഡിറ്റ് ചെയ്യാനും ഇടാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫ്രൈഡേ ഇതാ രാവിലെ തന്നെ കടലക്കറിയാണ് കേട്ടോ. പുട്ടും കടലക്കറിയും. നമ്മുടെ ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കടല ഞാൻ വെള്ളത്തിലിട്ടൊക്കെ കുതിർത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇത്തിരി തേങ്ങ വറുത്തരച്ചിട്ട് കുറച്ച് കടലക്കറി ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരവി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. കാലാവസ്ഥ തണുപ്പിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ലോങ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോയപ്പോൾ എടുത്ത കുടയൊക്കെ അതാ ഒഴിയുണ്ട്. പിന്നെ തുണി പുറത്തിട്ടതിൻ്റെ പാത്രങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അതെപ്പോഴും ഈ കിച്ചണിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ബാത്റൂമിലേക്ക് എടുത്ത് കൊണ്ടുവെക്കത്തില്ല. ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ പിറ്റേ ദിവസം തുണി കഴുകാനോ തുണി എടുക്കാനോ ആകുമ്പോഴേ ആ പാത്രം അങ്ങോട്ട് എത്തത്തുള്ളൂ. കിച്ചണിൽ അവിടെ ഇങ്ങനെ ഇട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എപ്പോഴും ചുടുന്ന പോലെ തന്നെ ഇന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പുട്ടാണ് കേട്ടോ. ദോശ ഉണ്ടാക്കൽ വളരെ കുറവാണ്. മസാല ദോശ ഉണ്ടാക്കും ഇടയ്ക്കൊക്കെ. നോർമൽ ദോശ അധികം ഉണ്ടാക്കാറില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദോശ കഴിച്ചാൽ വിശപ്പ് മാറത്തില്ല എന്ന് പറയും കേട്ടോ. രാവിലെ പോകുന്നില്ലേ സ്കൂളിലും ഏട്ടൻ ഓഫീസിലൊക്കെ രാവിലെ 6:15 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ അല്ലേ ചോറ് കഴിക്കത്തുള്ളൂ. അപ്പോൾ പറയും വിശപ്പ് മാറത്തില്ല, അതുകൊണ്ട് ദോശ വേണ്ടാന്ന് പറയും കേട്ടോ എപ്പോഴും. പിന്നെ അതുകൊണ്ടാണ് ഈ പുട്ടുണ്ടാക്കുന്നത്. പിന്നെ വീക്കെൻഡൊക്കെ ആകുമ്പോൾ സാറ്റർഡേ സൺഡേയിലൊക്കെ ഉണ്ടാക്കാറുണ്ട്, ദോശ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ മസാല ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പുട്ടിന് കുഴക്കുന്നുണ്ട്. എൻ്റെ ഒരു വീഡിയോന് ഒരു ചേച്ചിയാണോ അനിയത്തിയാണോ എന്നുള്ള ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പുട്ടിങ്ങനെ കുഴക്കുമ്പം കട്ടയാവാതിരിക്കാൻ വേണ്ടി മിക്സിയിലൊന്ന് അടിച്ചാൽ മതിയെന്ന്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞതിന് വളരെ നന്ദി കേട്ടോ. അങ്ങനെ കമൻറ്റൊന്നും കിട്ടാറൊന്നുമില്ല എൻ്റെ വീഡിയോസിന്. പക്ഷേ ഇടയ്ക്കൊക്കെ ആരൊക്കെയോ കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഞാൻ അടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ മിക്സിയിൽ അടിക്കാറുണ്ട്. പക്ഷേ 2-3 പ്രാവശ്യം അങ്ങനെ അടിച്ചപ്പോൾ അത് ഭയങ്കര നൈസായ പോലെ തോന്നിയല്ലോ. നന്നായിട്ട് പൊടിഞ്ഞു വന്നു. അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. 2-3 പ്രാവശ്യം ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ അങ്ങ് ഉണ്ടാക്കിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതാ പാറൂട്ടി വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പോയട്ടോ. പാറുവും ദേവൂട്ടി രാവിലെ ഓരോ ഗ്ലാസ് പല്ലേക്കുന്നതിന് മുന്നേ ഞാൻ ഇളം ചൂടുവെള്ളം കുടിപ്പിക്കും. അപ്പോൾ പാറൂട്ടി വന്നിട്ട് പല്ലേച്ചിട്ട് പോയി. പാറു എണീറ്റ് ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം ദേവൂട്ടിനെ വിളിക്കത്തുള്ളൂ കേട്ടോ. ദേവൂട്ടിക്കാണ് എണീക്കാൻ ഭയങ്കര മടി. സ്കൂളിൽ പോകണ്ടേ എണീക്കണ്ടേന്ന് ചോദിക്കുമ്പം തന്നെ പറയും വേണ്ടാന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ആളങ്ങ് ഓക്കെ ആവും കേട്ടോ. ആദ്യത്തെ എണീക്കാനുള്ള മടിയുള്ളൂ, സ്കൂളിൽ പോകാൻ മടി ഉണ്ടായിട്ടില്ല. രാവിലെ എണീക്കാനുള്ള മടി ഉണ്ടായിട്ടാണ്. പൊതുവേ ഇവിടെ 6 മണി 7 മണിയാകുമ്പോൾ സ്കൂൾ തുറക്കുമല്ലോ. 7:15 ആകുമ്പോഴേക്കും അവരെ ഗേറ്റൊക്കെ പൂട്ടി 7:45 8 മണിയൊക്കെ ആകുമ്പോൾ ക്ലാസ് തുടങ്ങും. അപ്പോൾ രാവിലെ എണീക്കലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരിപാടി. 6:45 ആകുമ്പോൾ മൂന്നാളും കൂടി പോകും കേട്ടോ. അപ്പോൾ രാവിലത്തെ പ്രശ്നമാണ് വലിയ പ്രശ്നം. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നാട്ടിലൊക്കെ 10 മണിക്കൊക്കെ അല്ലേ പോകണ്ടു. അപ്പോൾ 7:30 8 മണി 8:30 എണീറ്റാൽ മതിയല്ലോ. പക്ഷേ ഇവിടെ രാവിലത്തെ എണീക്കൽ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ പറഞ്ഞതാ വേണ്ടേ, ഓരോ സ്ഥലത്തും ഓരോ രീതികളിലെ. പക്ഷേ മക്കൾസ് വേഗം ഫ്രീ ആവും കേട്ടോ. 1 മണി വരെയാണ് 1:20 വരെയാണ് ദേവൂട്ടി ക്ലാസ്. പിന്നെ പാറൂട്ടിക്ക് 2:30 വരെയും. പിന്നെ വന്നു കഴിഞ്ഞ് കുളിയൊക്കെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനൊക്കെ പെട്ടെന്ന്, അതായത് കുറച്ചധികം സമയം കിട്ടും. ഒരു വൈകുന്നേരം 6 മണി 7 മണിയാകുമ്പോഴൊക്കെ ഹോംവർക്കൊക്കെ ചെയ്ത് പഠിക്കാനൊക്കെ ഏകദേശം തീരും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കിടന്നുറങ്ങാനും പറ്റുമല്ലോ. അതാണ് ഒരു പ്രശ്നം. രാവിലെ എണീറ്റ് ഞാൻ നേരത്തെ കിടക്കാം. പക്ഷേ ഇവിടെ നിന്ന് നേരത്തെ കിടത്തൊക്കെ കറക്റ്റാണ് എന്ന് പറയണ്ടേ, ഒരു കണക്കാണ്. എങ്ങനെയായാലും 9 മണി 10 മണി ആകുമ്പോഴേ കിടക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ കഥ പറഞ്ഞ് ഞാൻ ഇതാ പുട്ടിനൊക്കെ കുഴച്ചെടുത്തു. പിന്നെ ഇതാ ഉള്ളി മുറിക്കാം കേട്ടോ. ഇന്ന് ഫ്രൈഡേ അല്ലേ. അപ്പോൾ കരുതിക്ക് ഇത്തിരി പുലാവ് ഉണ്ടാക്കാമെന്ന്. എന്നും ഈ തോരനും കറിയും ചോറും കഴിച്ചു മടുത്തു. അപ്പോൾ വെജിറ്റബിളൊക്കെ മുറിച്ചിട്ട് ഇത്തിരി സോയൊക്കെ ഇട്ടിട്ട് ഇത്തിരി വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ട്. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാട്ടെ, ഞാൻ അധികം ഫ്രൈഡേ ഉണ്ടാക്കാറുണ്ട്. ദൈവമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കാതിരിക്കുമ്പോൾ അച്ഛനും ചോദിക്കും, ദേവൂട്ടിയും ചോദിക്കും. പാറു സ്കൂളിലൊന്നും കൊണ്ടുപോകത്തില്ല, പക്ഷേ ദേവൂട്ടി കൊണ്ടുപോകും കേട്ടോ. ദേവൂട്ടിൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട് സ്കൂളിൽ. അവർക്കും ഈ റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദേവൂട്ടിക്ക് പാക്ക് ചെയ്യുമ്പോൾ ദേവൂട്ടിൻ്റെ ആ 2 ഫ്രണ്ട്സിനും കൂടെ ഞാൻ പാക്ക് ചെയ്യും കേട്ടോ. പിന്നെ പാറൂട്ടിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ചോറ് സ്കൂളിൽ കൊണ്ടുപോകുന്നതിന്. വലിയ ഫ്രൂട്ട്സോ അല്ലെ ബ്രെഡോ അല്ലെ ബന്നോ അങ്ങനെ എന്തൊക്കെയാണ് പാറു കൊണ്ടുപോവുക. പാറുവിന് സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്ത കാര്യം. പക്ഷേ ബട്ടർ ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്ന ദിവസം അവളെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോകാറുണ്ട്. അവളെ ഫ്രണ്ട്സിന് 2-3 പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി കൊടുത്തയച്ചായിരുന്നു കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്ക് ബട്ടർ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ കുറച്ച് അവളെ ഒരു ഗ്രൂപ്പിലെ ഒരു ഫ്രണ്ട്സിന് ഒരു 5-6 കുട്ടികളുണ്ട് കേട്ടോ. അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബട്ടർ ചിക്കനും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് 2-3 പ്രാവശ്യം കൊടുത്തയച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് പറയും, അമ്മ ബട്ടർ ചിക്കൻ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ കൊടുത്തയക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ 2 പ്രാവശ്യം കൊടുത്തയച്ചപ്പോഴൊന്നും വീഡിയോ ഒന്നും എടുത്തതൊന്നുമില്ല. പക്ഷേ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഉണ്ട്, ബട്ടർ ചിക്കൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, ഞാൻ ഉണ്ടാക്കുന്ന രീതി ചാനലുണ്ട്. പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കുന്നതും കൊടുത്തയക്കുക പാക്ക് ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ഏട്ടന് വിളമ്പി, പിന്നെ ദേവുട്ടിക്ക് വിളമ്പി, പിന്നെ ദേവുട്ടിൻ്റെ ഫ്രണ്ട്സിന് 2 ഫ്രണ്ട്സിന് വിളമ്പിയുണ്ട്. ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഒരാൾക്ക് രണ്ടാമത്തെ ആളെ ഇത്തിരിയേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരാൾക്ക് ചെറിയ പാത്രത്തിലാണ് കേട്ടോ വിളമ്പുന്നത്. അങ്ങനെ പുലാവും വിളമ്പി അവർക്ക് കൊടുത്തു. കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ പുലാവൊക്കെ ആയി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഇതാ ഉച്ചയായി, ഞാൻ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റാ ബൈ.